എന്താ ടു ഡെവലപ്പ് വേരിയസ് ഇഫക്റ്റീവ് ടീച്ചിങ് മെത്തേഡ്സ് അല്ലേ? ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒന്നാണോ? അല്ല. പണ്ടായിരുന്നു നമ്മൾ എന്താ പറയാ ചോക്ക് ആൻഡ് ബോർഡ് മെത്തേഡ് മാത്രമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് മാത്രമുള്ളത്. ഇപ്പം കുറച്ചുകൂടെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സിലേക്കൊക്കെ പോയി തുടങ്ങുവാണ്, കുട്ടികൾക്ക് അക്കോർഡിംഗ് ആയിട്ട്, ചൈൽഡ് സെൻട്രിക് ആയിട്ട് അല്ലേ? ഓരോ ചൈൽഡിന്റെയും എന്താ പറയാ അവരുടെ ഈ പഠനം ഒരു കളി എന്ന രീതിയിലൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്യാൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി സഹായിക്കും. ടീച്ചേഴ്സ് ആർ equipped with various instructional strategies such as direct instruction, cooperative learning and enquiry based learning. എല്ലാം ഡെവലപ്പ് ചെയ്യണം അല്ലേ? അവരുടെ ഇന്റലക്ച്വൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അവരുടെ തിങ്കിങ് എബിലിറ്റി, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. അല്ലാതെ വെറും ബൈ ഹാർട്ട് ചെയ്യിക്കലോ അല്ലെങ്കിൽ മനസ്സിലാക്കിക്കലോ മാത്രമല്ല ടീച്ചിങ് ആൻഡ് ലേണിംഗ് അല്ലേ? സോ ഇതിനെല്ലാമായിട്ടുള്ള വേരിയസ് ഇഫക്റ്റീവ് ടീച്ചിങ് മെത്തേഡ്സ് ഡിവൈസ് ചെയ്യാനായിട്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ദീസ് മെത്തേഡ്സ് ക്യാൻ ബി അഡാപ്റ്റഡ് based on the subject matter, student age and learning objective. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെത്തേഡ്സ് തീരുമാനിക്കുന്നത്? ഇപ്പൊ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന പോലെയാണോ നമ്മൾ വലിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത്? അല്ല അല്ലേ? അപ്പം അത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്? സ്റ്റുഡന്റിന്റെ ഏജിനെ, ലേണിംഗ് എന്തൊക്കെയാണ് ഈ പ്രായത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളത് അല്ലെ? സബ്ജക്ട് ഏതാണ്, ഇതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ എന്താണ്? സിഗ്നിഫിക്കൻസ് ഓഫ് പ്ലേ ആൻഡ് റെക്രിയേഷൻ ഫോർ ചിൽഡ്രൻ ആൻഡ് ഹൗ ടു യൂസ് പ്ലേ വേ മെത്തേഡ് to make learning interesting ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു രീതി, പ്ലേ യൂസ് ചെയ്യുന്നത്, അതായത് കളിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ ഒരു മെത്തേഡ് ഡിവൈസ് ചെയ്യാനെല്ലാം എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒത്തിരി ഹെൽപ്പ് ചെയ്യും. എട്ടാമത്തെ പോയിന്റ് നോക്കിക്കേ, അണ്ടർസ്റ്റാൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ഓൺ ദ ചൈൽഡ്. ഇപ്പം ഹെറിഡിറ്റി നമ്മളിപ്പം സ്കൂളിൽ വന്ന് കാണുന്ന ഒരു കുട്ടിയെ മാത്രമായിരിക്കും അല്ലെ? ഒരു കുട്ടിയെ നമ്മൾ പല കുട്ടികളുടെ കൂടെ നമ്മൾ പറഞ്ഞു ഓരോ കുട്ടിയും ഡിഫറെന്റ് ആണ്. പക്ഷെ ഈ ഡിഫറൻസ് വരുന്നത് എങ്ങനെയാ? ഹെറിഡിറ്റിയും ആ കുട്ടിയുടെ സിറ്റുവേഷൻസും വെച്ചിട്ടാണ് അല്ലെ? അപ്പം നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലെയും ഹെറിഡിറ്റിയുടെയും ഇൻഫ്ലുവൻസ് എത്രമാത്രം ഒരു കുട്ടിയിൽ വരുന്നുണ്ട് എന്നറിഞ്ഞാലേ അതിനെ നമുക്ക് ഡീൽ ചെയ്യാനും പറ്റത്തുള്ളൂ അല്ലെ? So child is deeply affected by heredity and environment, which plays a prominent role in the overall development of the child. So heredity environment നമ്മൾ ചിന്തിച്ചാൽ നമുക്കറിയാം ആ ഒരു ടോപ്പിക്കും വരുന്നുണ്ട്. ഹെറിഡിറ്റിയും എൻവയോൺമെന്റും ആണ് ബേസിക്കലി ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ എന്ത് ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഉള്ള അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ പേഴ്സണാലിറ്റി ആണെങ്കിലും ഫിസിക് ആണെങ്കിലും ഇമോഷണൽ എബിലിറ്റീസ് ആണെങ്കിലും, അതായത് ഒരു കംപ്ലീറ്റ് ഹ്യൂമൻ ബീയിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് എന്താണ്? heredity plus environmental factors ആണ്. Okay, so the child is also deeply affected by what? Heredity and environment, and this understanding of this heredity and environment will help us handle the child in a better way. Hereditary qualities of a child can be modified to accommodate him into society. So society ക്ക് അനുസരിച്ച് hereditary qualities ഒക്കെ നമുക്ക് modify ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ nurture ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്? അണ്ടർസ്റ്റാൻഡ് ദ മെന്റൽ ഹെൽത്ത് ഓഫ് എ ചൈൽഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലേ? ടീച്ചേഴ്സ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ മെന്റൽ ഫാക്ടേഴ്സ്. മെന്റൽ ഇൻലെസ് ഉണ്ടോ, എന്തെങ്കിലും മെന്റൽ സ്ട്രഗിൾസ് ഉണ്ടോ? ടീച്ചർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ മെന്റൽ ഇൻലെസ് അല്ലേ? പിന്നെ എന്താ? എഡ്യൂക്കേഷണൽ സൈക്കോളജി ഹെൽപ്സ് ദ ടീച്ചർ അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ബെറ്റർ ആൻഡ് കോപ്പ് വിത്ത് ഇറ്റ് എഫക്റ്റീവ്ലി. ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെ ആ കുട്ടിയെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം എന്നുള്ളത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൂടെ നമുക്ക് പഠിക്കാം. പിന്നെ എന്താ? ബൈ അപ്ലൈയിങ് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് റിസർച്ച്, എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് സൈക്കോളജിസ്റ്റ് ക്യാൻ ഐഡന്റിഫൈ, support and promote the mental well-being of students, ensuring that they are equipped to succeed academically and personally. So നമുക്ക് പല എന്താ പറയുക എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലുള്ള പല ടെക്നിക്സ്, പല റിസർച്ച് മെത്തേഡ്സ് അല്ലെങ്കിൽ റിസൾട്ട്സ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം യൂസ് ചെയ്ത് ഒരു കുഞ്ഞിനെ നമുക്ക് എന്ത് ചെയ്യാം? നന്നായിട്ട് നർച്ചർ ചെയ്ത് കൊണ്ടുവരാം. പിന്നെ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രൊസീജിയർ ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? കരിക്കുലം നമുക്ക് എന്തായിരിക്കണം ഈ ഏജ് ഗ്രൂപ്പിൽ കുഞ്ഞു പഠിക്കേണ്ടത്? സോ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇതിനെ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബൈ അപ്ലൈയിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഇൻസൈറ്റ്സ് ഫ്രം എഡ്യൂക്കേഷണൽ സൈക്കോളജി, educators can design curricula that foster optimal learning outcomes. അതായത് നമ്മൾ പറഞ്ഞു 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് പഠിക്കേണ്ടതല്ല 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് പഠിക്കേണ്ടത്, അതല്ല 10ാം ക്ലാസ്സിലെ കുട്ടി പഠിക്കുന്നത് അല്ലേ? അപ്പൊ സ്റ്റേജ് വൈസ് ഏജ് വൈസ് എന്താണ് കുട്ടി അറിഞ്ഞിരിക്കേണ്ടത്, അതിന്റെ എത്രമാത്രം കുട്ടി അറിഞ്ഞിരിക്കണം, ഇതെല്ലാം നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. കരിക്കുലം ആണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ കരിക്കുലം നമ്മൾ എന്ത് ചെയ്യണം? വളരെ
ആലോചിച്ച് കൺസ്ട്രക്ട് ചെയ്യേണ്ടതാണ് കരിക്കുലം അല്ലേ. സോ ഒപ്റ്റിമൽ ലേണിംഗ് ഔട്ട്കംസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കരിക്കുലം ബെസ്റ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷണൽ സൈക്കോളജി ഗീവ്സ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലേർണർ ക്യാരക്ടറിസ്റ്റിക്സ്, ലേർണിംഗ് സ്റ്റൈൽസ് ആൻഡ് പ്രിഫറൻസസ് വിച്ച് ക്യാൻ ബി കൺസിഡേർഡ് ഡ്യൂറിങ് കരിക്കുലം പ്രിപ്പറേഷൻ. അപ്പം എല്ലാം ഇൻക്ലൂഡഡ് ആണ് അല്ലേ. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്തൊക്കെ നമുക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് തരുന്നുണ്ട്, എന്തിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ലേണറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഏജ് വൈസ് അവരുടെ ചാലഞ്ചസ്, ഏജ് വൈസ് അവരുടെ എന്താ പറയാ പ്ലസ് പോയിന്റ്സ് അല്ലേ, ലേണിംഗ് സ്റ്റൈൽസ് എന്താണ്, ലേണിംഗ് അപ്രോച്ചസ് എന്തായിരിക്കണം, അവരെന്താ പ്രിഫർ ചെയ്യുന്നത്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ കരിക്കുലം പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തായി, അവർക്ക് ഉതകിയ കരിക്കുലം ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ, ഇറ്റ് പ്രൊവൈഡ്സ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. It offers theoretical foundations, research-based strategies, and practical tools that support students' academic, social, emotional, and career development. അതായത് ഇതൊരു പഠനമല്ലേ, എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു അപ്ലൈഡ് സയൻസ് ആണ്. സയൻസിൽ നിന്ന് നമ്മൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക അല്ലേ. അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ചെയ്ത് നമ്മൾ എന്താ പറയുക കണ്ടുപിടിച്ച സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കും, ഇങ്ങനെ ചെയ്താൽ ഈ ഔട്ട്കംസ് വരും. ഇതും അതായത് പ്രാക്ടിക്കൽ ടൂൾസും ഇതെല്ലാം കൂടെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാം അല്ലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. By understanding student development, assessing needs, developing intervention strategies, providing career guidance, creating supportive environments, and facilitating professional development for counselors, educational psychology ensures that students receive the comprehensive support that they need to succeed academically, emotionally, and socially. ഒരു സ്റ്റുഡന്റിനെ നമ്മൾ എല്ലാ തലങ്ങളിൽ നിന്നുമാണ് ഇവിടെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം എന്തൊക്കെ വേണ്ട, അക്കാഡമിക്കലി സ്റ്റുഡന്റിനെ നമ്മൾ നോക്കണം, ഇമോഷണലി നോക്കണം, സോഷ്യലി നോക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം, എഡ്യൂക്കേഷണൽ സൈക്കോളജി ത്രൂ നമ്മൾ പഠിക്കുന്ന ടൂൾസ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിങ്ങിന് യൂസ് ചെയ്യാം. എന്തൊക്കെയുണ്ട്, നമുക്ക് സ്റ്റുഡന്റിന്റെ ഡെവലപ്മെന്റിന്റെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഇല്ലേ. പിന്നെ എന്താണ്, അവരുടെ നീഡ്സ് നമുക്ക് മനസ്സിലാക്കാം ഇല്ലേ. സ്റ്റുഡന്റിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ സ്റ്റുഡന്റിന്റെ നീഡ്സ് അറിയാം. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ചലഞ്ചസ് അറിയാം, ചലഞ്ചസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാം. ഡെവലപ്പിംഗ് ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് അല്ലേ, ചലഞ്ചസിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്. പിന്നെ എന്താ, പ്രോപ്പർ ആയിട്ട് അവരുടെ എബിലിറ്റീസ് അനുസരിച്ച് നമുക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കാം. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ എൻവയോൺമെന്റ്സ് ക്രിയേറ്റ്, ബിക്കോസ് എൻവയോൺമെന്റിന്റെ ഇഫക്റ്റ് നമ്മൾ പറഞ്ഞു വളരെ വലുതാണ് അല്ലേ. അപ്പം സപ്പോർട്ടീവ് എൻവയോൺമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിനായിട്ടുള്ള കൗൺസിലേഴ്സിനെ നമുക്ക് ചെയ്യാം. സോ ഇതെല്ലാം എൻഷുർ ചെയ്യുന്നത് എന്താണ്, എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണ്. നെക്സ്റ്റ് എന്താണ്, അണ്ടർസ്റ്റാൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ ആൻഡ് അസസ്മെന്റ്സ്. ഇറ്റ് പ്രൊവൈഡ്സ് എ foundation for understanding student learning and development, ensuring that assessments are valid, reliable, and equable. സോ ഇതിൽ നമ്മൾ പറയുന്നത് എന്താണ്, നമുക്ക് സ്റ്റുഡൻറ് ലേണിംഗ് നമുക്ക് എങ്ങനെ അസസ് ചെയ്യാം, എത്ര പഠിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അസസ് ചെയ്യേണ്ടതും എങ്ങനെയാണ്, എഡ്യൂക്കേഷണൽ സൈക്കോളജി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അസസ്മെന്റ് ടൂൾസും നമ്മൾ എന്ത് ചെയ്യണം, വാലിഡ് ആണോ നോക്കണം, റിലയബിൾ ആണോ നോക്കണം, ഈക്വലി എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണോ നോക്കണം. സോ ഇതെല്ലാം നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, ഇറ്റ് ഇൻകൾക്കേറ്റ് പോസിറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഡിസിപ്ലിൻ എന്നാ പറയുന്നത്. എന്താണത്, positive discipline is based on the idea of teaching and reinforcing desirable behaviors while minimizing the use of punishment. നമുക്ക് പോസിറ്റീവ് ബിഹേവിയർ അല്ലെങ്കിൽ പോസിറ്റീവ് ഡിസിപ്ലിൻ ചെയ്യാം അല്ലേ. വലിയ പണിഷ്മെന്റ് ഇല്ലാതെ തന്നെ എങ്ങനെ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ബിഹേവിയേഴ്സ് കുഞ്ഞിൽ കൊണ്ടുവരാമെന്ന് നമുക്കറിയാം അല്ലേ, എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ കൂടെ. കാരണം അവരുടെ സൈക്കോളജിയാണ് നമ്മൾ പഠിക്കുന്നത്. അവർക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ലത് ഫീൽ ചെയ്യുന്നത് പോലെ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ. ഇറ്റ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് എ സപ്പോർട്ടീവ് എൻവയോൺമെന്റ് വെർ സ്റ്റുഡൻസ് ഫീൽ റെസ്പെക്റ്റഡ് ആൻഡ് വാല്യൂഡ്. സ്റ്റുഡൻസിന് തന്നെ അവർക്ക് തന്നെ ഒരു വിലയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ഒപ്പീനിയൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് നമ്മളെ കേൾക്കാൻ പിന്നെയും വില്ലിംഗ് ആയിരിക്കും. സോ ആ ഒരു എൻവയോൺമെന്റ് നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ കൂടെ സഹായിക്കും. പിന്നെ എന്താണ്, ക്രിയേറ്റീവ് ഡിസിപ്ലിൻ on other hand incorporates innovative and engaging methods to address behavioral issues, encouraging students to think critically and solve problems. Behavioral issues address ചെയ്യാം. പിന്നെ എന്താ, സ്റ്റുഡൻസിനെ നമുക്ക് പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കിട്ടുന്ന പോലെ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനെല്ലാം സഹായിക്കും. പിന്നെ എന്താ നെക്സ്റ്റ് പറയുന്നത്, ടു നോ സെൽഫ്.
നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഹെൽപ്സ് ടു എക്സ്പ്ലോർ വൺസ് ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയറൽ പാറ്റേൺസ്, പേഴ്സണാലിറ്റി, ലൈക്സ്, ഡിസ്ലൈക്സ്, ആൻസൈറ്റി, മോട്ടിവേഷൻ, കോൺഫ്ലിക്ട്സ്, ഇതെല്ലാം അല്ലെ. നമ്മളിപ്പോൾ ഒരാളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിലും അത് അപ്ലൈ ചെയ്ത് നോക്കത്തില്ലേ, എനിക്ക് എങ്ങനെയാണ് ഇതിന്റെ എഫക്റ്റ് വരുന്നത് അല്ലേ. സോ നമ്മളെ തന്നെ പഠിക്കാനും എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, the person can evolve as a successful teacher once he understands himself. എന്ന് നമ്മൾ നമ്മളെ അറിയുന്നു അന്നാണ് നമുക്ക് തന്നെ സക്സസ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ സ്വന്തം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ളവരുമായിട്ടും അല്ലെങ്കിൽ അവരെയും മനസ്സിലാക്കാൻ പറ്റുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്താണ്, പ്രൊഫഷണൽ ഗ്രോത്ത്, changing attitude and innovative thinking. So a good understanding of educational psychology helps a teacher in being more effective and considerate. നല്ല ഇഫക്റ്റീവ് ആയിട്ടും കൺസിഡറേറ്റ് ആയിട്ടും ഉള്ള ഒരു ടീച്ചർ ആവാൻ നമ്മളെ എന്ത് ചെയ്യും, എഡ്യൂക്കേഷണൽ സൈക്കോളജി ഹെൽപ്പ് ചെയ്യും. സോ ഇത് നമ്മുടെ ഒരു സമ്മറിയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ 16 പോയിന്റ്സും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓരോ പോയിന്റും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതൊരു 10 മാർക്സിന്റെ ക്വസ്റ്റൻ ആയിട്ട് വരാനുള്ള ചാൻസസും ഉണ്ട്. സോ ഈ പോയിന്റ്സ് എഴുതി അത് എക്സ്പ്ലെയിൻ ചെയ്താൽ നമ്മുടെ ജോലി തീരും.